ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബ്ലെസ്ഡ് ഡേ ആണ്. ഈ ഒരു പൊന്നാട എന്ന് ഞാൻ വിളിക്കുന്നതിനെ ഒരുപാട് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാണ്. ഇന്ന് രാവിലെ, ഇന്നെന്ന് വെച്ചാൽ നവംബർ 8, 2025, എൻ്റെ മനസ്സ് വളരെ കലുഷിതമായിരുന്നു. ഇന്ന് ഒരു വിരുന്നിന് വിളിച്ചിട്ട് വിരുന്ന് ഞാൻ അറിയാതെ ക്യാൻസലായി. അപ്പോൾ നമുക്കൊരു വിലയില്ലേ എന്ന് വരെ തോന്നിയ ഒരു ദിവസമായിരുന്നു രാവിലെ. അങ്ങനെ ഇരുന്നപ്പോൾ സുമ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു, അരവിന്ദും സുമയും വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു ആഞ്ജനേയ സ്വാമിയുടെ ഒരു ആശ്രമമുണ്ട്, ഞങ്ങളെല്ലാ ശനിയാഴ്ചയും പോകാറുണ്ട്, ചേട്ടൻ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അടുത്ത ആഴ്ച ആക്കാം, സ്വതസിദ്ധമായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊക്കാസ്റ്റിനേഷനിൽ. പിന്നെ അടുത്ത സെക്കൻഡ് ഞാൻ പറയുന്നത് ഇന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്വാമിജി ഉണ്ട്. സ്വാമിജി ഇവിടെ തന്നെ ഉണ്ട്, മലയാളി സ്വാമിജിയാണ്. പക്ഷേ ഒരു ആശ്രമം പോലെ നടത്തിയിട്ട് കുറേ സിന്ധികൾ ഒക്കെ ഉണ്ട് അവരുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെ ഇവരെല്ലാ സാറ്റർഡേയും പോയി തൊഴാറുണ്ട്, ഹനുമാൻ സ്വാമിയെ തൊഴാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഹനുമാൻ കോവിലിൽ പോകാറുണ്ട്, ബേറിന് വെച്ചും എല്ലാ സാറ്റർഡേ പോകാറുണ്ട്. പെട്ടെന്ന് ഞാൻ ഇന്ന് പോവാം എന്ന് വെച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും സുമയും അരവിന്ദും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നാരായണീയം ഒക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു. ആ അമ്മ പറഞ്ഞു നാരായണീയം ചൊല്ലണം, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു നാരായണീയം ചൊല്ലണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാം 90% നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. കുറച്ച് മലയാളികളുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു 2-ാം ദശകത്തിലെ 2 ശ്ലോകങ്ങൾ ചൊല്ലാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും ചൊല്ലാം. അങ്ങനെ അത് ചൊല്ലി, അത് കഴിഞ്ഞ് കൃഷ്ണാവതാരം ചൊല്ലി. അത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സ്വാമിജിയുടെ ദേഹത്തിൽ നിന്ന് കഴുത്തിൽ നിന്നുള്ള ഈ ഒരു ഷോൾ എന്നെ കൊണ്ട് അണിയിച്ചു. അത് ഈ അരവിന്ദ് സ്വാമി പറഞ്ഞ ഇങ്ങനെ ആർക്കും ചെയ്യുന്ന അവർ കണ്ടിട്ടില്ല. അവർ 2 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു അവാർഡായിട്ട് എനിക്ക് തോന്നി. അതെല്ലാം നാരായണീയം നമുക്ക് തരുന്ന വിലയാണ്. നാരായണീയമാണ്, ഇപ്പം ഞാൻ ചൊല്ലിയതല്ല, നാരായണീയമാണ് എന്നെ ഒരു പെഡസ്റ്റലിൽ കൊണ്ടെത്തിച്ചതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണാവതാരം വീണ്ടും ചൊല്ലണമെന്ന് അമ്മ തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതും എന്നിട്ട് അവസാനം യൂട്യൂബിൽ ഇടാത്തെന്തെന്ന് എന്നോട് ചോദിച്ചു ഈ വീഡിയോസ്. ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു എൻ്റെ മഹത്വമല്ല, അത് ഗുരുവായൂരപ്പൻ അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി, ആൾക്കാർ നമുക്ക് വില തന്നില്ലെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മളെ വില തരുന്നു എന്ന്. അതെനിക്ക് ഭയങ്കര ഇറ്റ് വാസ് എ റെവലേഷൻ. ഇനി ആ ഒരു നേരിട്ടുള്ള പിന്നെ അതേപോലെ ഒരു ഹരേരാം മന്ത്രം ഞാൻ അപ്പം ഒന്ന് ട്യൂൺ ചെയ്ത് ചൊല്ലി. അതിന് കുറച്ച് വീഡിയോ എൻ്റെ കൂടെ അയക്കാം. പക്ഷേ അതിൻ്റെ ഒരു ലൈവ് എക്സ്പീരിയൻസ് സുമ അരവിന്ദും പറയും. നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നതിൻ്റെ വിവരങ്ങളൊക്കെ ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ ചേട്ടൻ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ പോവാണ്.
ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല. കുറേ അവിടെ ഇന്നും ഭജൻ നടക്കുന്നുണ്ട്. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഒക്കെ വന്നിട്ട് അവിടെ ഭജൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി. കാരണം അവിടെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഭജൻ പാടിയതും പിന്നെ ഈ അതിൻ്റെ റെസിറ്റേഷൻ ചെയ്തതും നാരായണീയത്തിൻ്റെ ഇതൊക്കെ ആൾക്കാർ കുറച്ച് അത്ഭുതത്തോടു കൂടിയും ഭയങ്കര ഭക്തിയോടും കൂടിയും നോക്കി കാണുന്നത് ഞങ്ങൾ കണ്ടു. ചേട്ടൻ അത് റിസൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. പക്ഷേ ആ പബ്ലിക്കിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ കാണാം. സ്വാമിജിയെ കാണാൻ ക്യൂ നിന്ന ആൾക്കാരും ഒക്കെ വളരെ അതൊരു ഭയങ്കര ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലോട്ട് അത് കൊണ്ടുപോയി. എക്സോൾട്ടഡ് ചേട്ടൻ അത് അതായത് ഞാൻ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ചേട്ടൻ ഇത് നാരായണീയം ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ആവർത്തിച്ച് ചൊല്ലാൻ പറഞ്ഞു. അതുപോലെ അമ്മ ലയിച്ചിരുന്ന് ഭയങ്കര ഭക്തിയായിട്ട് ലയിച്ചിരുന്ന് അത് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ആളുകൾ ഭയങ്കര ഭക്തി, ഒരു നല്ല ഭക്തി ഫീലും നല്ല താളവും നല്ല ഓളമായിരുന്നു. പിന്നെ നാമം ചൊല്ലുന്നതും എല്ലാവർക്കും ഇതുവരെ ഞാൻ ഇത്രയും നാൾ ഞങ്ങൾ പോയിട്ട് ഇതുവരെ കാണാത്ത ഒരു വലിയ, ഞങ്ങൾക്ക് തന്നെ മനസ്സും ഒക്കെ കണ്ണുമൊക്കെ നിറഞ്ഞു. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഒരു പക്ഷേ ചേട്ടൻ ഇന്ന് വന്നില്ലായിരുന്നു, ഞങ്ങൾക്കും നഷ്ടമായിരുന്നു. അമ്മയുടെയും സ്വാമിജിയുടെയും ആ സന്തോഷവും ഇതും ആ അനുഗ്രഹം ഞങ്ങൾക്ക് കൂടെ കിട്ടിയ മാതിരിയായിരുന്നു. അപ്പൊ ഇതൊരു ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ കാരണം ഇതൊന്നും പ്ലാൻഡ് അല്ല എന്നുള്ളതാണ്. ഇത് വളരെ അവിചാരിതമായിട്ട് വിളിച്ചു, ചേട്ടൻ വന്നു, താമസിച്ചു പോയെന്ന് തോന്നി. രഞ്ജിത്തേട്ടനെ ഇവിടെ വിളിക്കാൻ താമസിച്ചു, ഒന്ന് സൂചിപ്പിക്കാൻ താമസിച്ചു പോയെന്ന് തോന്നി. അപ്പൊ ചില സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹാപ്പനിങ് ഒരു മൊത്തം ഒരു എൻവയൺമെന്റിനെ എലിവേറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അവിടെ കൂടെ പിന്നെ ഇത് ഡ്രമ്മല്ല, ഇത് വായിക്കാൻ ഇരുന്നവർക്ക്, ഡോലക്ക് വായിക്കാൻ ഇരുന്നവര് പലതവണ ആവർത്തിച്ച് എന്നെ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഫീലായിരുന്നു എന്നും പിന്നെ ബെസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ആക്ഷൻ കാണിച്ചൊക്കെ പറയും. എല്ലാവരും അത് ഒത്തിരി എല്ലാവർക്കും പിന്നെ ഒരു ആ സിറ്റുവേഷൻ പെട്ടെന്ന് അങ്ങ് ഉയർന്ന ആ തലം അങ്ങ് ഉയർന്ന മാതിരി എല്ലാവർക്കും ഒരു ഫീലായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ടെസ്റ്റിമണി അവിടെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഇതുപോലെ ഇങ്ങനെ ആരെ ആദരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് അവിടെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ പിന്നെ ഗുരുവിനും വൈഫിനും അത് അത്രയും ഡിവൈനായിട്ട് തോന്നി. ചെയ്യുന്ന സാധനയുടെയും ഒരു ശുദ്ധത അവര് സ്വാമിജിയും അമ്മയും മനസ്സിലാക്കിയതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്കത് സന്തോഷവും അതിശയവും ഒക്കെ കൂടെ വന്ന ഒരു ഭയങ്കര ഒരു ആ മൂഡിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അത് പറയാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കും അതിനകത്ത് ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷം. ശരിക്കും പറയാം അത് ഇവരുടെ സന്തോഷം. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യമല്ല, ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതും ഗുരുവായൂരപ്പൻ എന്നെ എലിവേറ്റ് ചെയ്യാണ്. ഈ ഇത്രയൊരു എക്സ്പീരിയൻസ് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് ഞാൻ നാളെ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് ആസ് എ റെക്കോർഡ് ഞാൻ ചെയ്തതാണ് അത്. കാരണം ഞാൻ സാധാരണ ഒരു സാറ്റർഡേ ഞാൻ ദുബായിൽ ഉണ്ടാവാറില്ല, എല്ലാ സാറ്റർഡേയും എനിക്ക് ഫ്ലൈറ്റ്സാണ്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഉള്ളത് കൊണ്ടും ഇന്ന് സുമ വിളിക്കാനും എൻ്റെ അപ്സെറ്റ് എൻ്റെ മനസ്സിലത് എന്നെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനും ഇത് സാധകമായി. ഏതായാലും എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വീണ്ടും മെസ്സേജ്, നാരായണീയം ചൊല്ലുക, നാരായണീയം വിൽ ടേക്ക് യു ടു ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. എല്ലാവർക്കും നമസ്കാരം.